Welcome back after a long time. Okay, let's start. Today's our topic is calculation of cash price. Okay, and what do you mean by cash price? അറിയാമെന്ന് വിചാരിക്കുന്നു. മുന്നേ പറഞ്ഞതാണ് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ അസറ്റിൻ്റെ കറക്റ്റ് വാല്യൂ അല്ലേ. നമ്മൾ ഹയർ പർച്ചേസിനല്ലാണ്ട് ആ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹൗ മച്ച് ദ കോസ്റ്റ്. നമ്മൾ എക്സാമ്പിളിൽ ഫോണിന് ഐ തിങ്ക് 1 lakh rupee ആയിരുന്നു ക്യാഷ് പ്രൈസ് അല്ലേ. എനിവേ ദാറ്റ് വാസ് ദ ക്യാഷ് പ്രൈസ്. അപ്പം ഇൻ സം ക്വസ്റ്റ്യൻസ് ക്യാഷ് പ്രൈസ് മിസ്സിങ് ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് ക്യാഷ് പ്രൈസ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനും ഡിപ്രിസിയേഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ അസറ്റിൻ്റെ റിയൽ കോസ്റ്റ് അറിയണം അല്ലേ, റിയൽ വില അറിയണം. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ക്യാഷ് പ്രൈസ്. ഓക്കെ, സ്വതവേ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് cash price in the calculation. Okay, so question is there on the board. Please copy the question. Okay, 2017 examination ചോദിച്ച question ആണ് ബോർഡിൽ കാണുന്നത്. your textbook ലും ഈ question നിങ്ങൾക്ക് കാണാം. Okay, അപ്പോൾ നമുക്ക് കോപ്പി ചെയ്തിട്ടുണ്ടാവും. Let's read it. X Limited purchased a truck on hire purchase system. As per the terms, company is required to pay 70,000 down payment. So down payment is 70,000. Okay. അപ്പോൾ ഞാനത് ഇവിടെ എഴുതാം. Down payment 70,000. Okay. Okay. And 53,000 at the end of first year, 49,000 at the end of second year, and rupees 55,000 at the end of the third year. അയാൾ പേ ചെയ്ത പൈസയാണ് പറയുന്നത്. കമ്പനി ഈസ് റിക്വയർഡ് ടു പേ. ആ ട്രക്ക് വാങ്ങിയ കമ്പനി എക്സിന് 70,000 രൂപ ഡൗൺ പേയ്മെന്റ്, 53,000 അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിലെ 53,000, 49,000 സെക്കൻഡ് ഇയർ ആൻഡ് 55,000 അറ്റ് ദി തേർഡ് ഇയർ. ആൻഡ് ഇൻട്രസ്റ്റ് ഇസ് 10%. കാൽക്കുലേറ്റ് ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ ട്രക്ക് ആൻഡ് ഇൻട്രസ്റ്റ് പെയ്ഡ് വിത്ത് ഈച്ച് ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്തെല്ലാം തന്നിട്ടുണ്ട്? 1. ഡൗൺ പേയ്മെന്റ് 70,000 തന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾമെന്റ് തന്നിട്ടുണ്ട്. എത്ര പൈസ അവർ കൊടുക്കണം. ഓക്കെ, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആയിരിക്കും അത്. ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് അടക്കമുള്ള എമൗണ്ട് ആണ് അവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ഫസ്റ്റ് ഇയറിൽ അയാൾ 53,000 കൊടുക്കണം. സെക്കൻഡ് ഇയറിൽ ദ കമ്പനി ഹാസ് ടു പേ 49,000 ആൻഡ് തേർഡ് ഇയറിൽ 53,000. So that is given in the question. ക്വസ്റ്റ്യനിൽ തന്ന സാധനം ഞാൻ എവിടെ എഴുതുന്നത് നോക്കിക്കോളെ. ആ ഡൗൺ പേയ്മെന്റ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, ഞാൻ ടേബിളിൽ എവിടെ എഴുതിയിട്ട് ഈ ടേബിൾ എന്താ സംഭവം നോക്കാലോ. ഫസ്റ്റ് കോളം ഇസ് ഇയർ. ഓക്കെ, ഇയർ ഇവിടെ നോക്ക്. ഇയർ എന്താ സംഭവം ഒന്നും പറയുന്നില്ല. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. സോ ഇയർ ഫസ്റ്റ് ടു ഇതിനകത്ത് 1, 2, 3 എന്നായിരിക്കും എഴുതേണ്ടത്. ഓക്കെ, നോക്കാം. ബാലൻസ് ഡ്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ അതൊന്നുമില്ല, നമുക്ക് നോക്കി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് ദാറ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? 53,000, 49,000 ആൻഡ് 55,000 അല്ലേ. ആ 3 ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ഇതിൽ എഴുതാൻ പോകുന്നു നോക്കോളെ. എത്രയല്ലേ എന്നോട് തന്ന? 53. ഓക്കെ, ഇറ്റ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നതാണ്. സോറി, 53,000, 49,000 and 55,000. ക്വസ്റ്റ്യനിൽ തന്നതാണ് ഞാനിവിടെ റെഡിങ് കൊണ്ട് എഴുതുന്നത്. ഓക്കെ, ഇയർ ഇസ് ഓൾസോ ഗിവൺ. 1 കോപ്പി ചെയ്യണ്ടേ, ഇത് ഞാനിപ്പോൾ മയക്കും. 2, 3 ഇയർ ഇസ് ഓൾസോ ഗിവൺ. ഇത് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്ന? ഇൻട്രസ്റ്റ് 10%. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ക്യാഷ് പ്രൈസ്, ഇൻട്രസ്റ്റ് രണ്ടെണ്ണം കണ്ടുപിടിക്കാനുണ്ട്. സോ തന്നത് ഞാൻ അവിടെ എഴുതി. ഈ എഴുതിയതിൽ ഇങ്ങനെ എഴുതിയാൽ ക്യാഷ് പ്രൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എഴുതുന്ന നോക്കിക്കോ. ഐ എം ഗോയിങ് ടു റൈറ്റ് ഹിയർ 3, 2, 1. ഓക്കെ, ആദ്യം ലാസ്റ്റ് ഇയർ, പിന്നെ അടുത്തത് ഇങ്ങനെ വേണം ഇയർ മെൻഷൻ ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇയർ ഷുഡ് ബി ഇൻ റിവേഴ്സ് ഓർഡർ. 3, 2, 1. ഇയർ റിവേഴ്സ് ഓർഡർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ പേയ്മെന്റിന്റെ എമൗണ്ട് മാറുമല്ലോ. തേർഡ് ഇയറിൽ എത്ര ഇൻസ്റ്റാൾമെന്റ്? ക്വസ്റ്റ്യൻ നോക്കിക്കോ. തേർഡ് ഇയറിലെ ഇൻസ്റ്റാൾമെന്റ് ഇസ് 55,000.
Second yearly installment is 49,000 and third year it is 53,000. Okay. അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതി ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ ബാലൻസ് ഡ്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ, അതായത് ക്ലോസിംഗ് ബാലൻസ്. ഞാൻ എന്താ ഇവിടെ എഴുതിയ ബാലൻസ് ഡ്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ. മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടാവോ? ഇല്ലല്ലോ, എല്ലാം പേ ചെയ്തിട്ടുണ്ടാവില്ല. 3 ഇയർ ആണ് നമ്മുടെ ഹയർ പർച്ചേസിന്റെ പീരീഡ്. 3 ഇയർ കഴിയുമ്പോൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടാവോ? ഇല്ല. സോ ഹിയർ യു ഷുഡ് റൈറ്റ് നിൽ. നമുക്കൊന്നും കൊടുക്കാൻ ബാക്കിയില്ല. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 55,000 ഹി പെയ്ഡ് അല്ലേ? ഓക്കെ. ഇനി ടോട്ടൽ എമൗണ്ട് ഡ്യൂ അറ്റ് ദി എൻഡ്. എത്ര കൊടുക്കാനുണ്ടാവും തേർഡ് ഇയറിൽ? 55. അതുകൊണ്ടല്ലേ അയാള് 55 കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെയും നമ്മൾ എന്ത് എഴുതാം? 55,000. Now interest calculation. Interest calculation is given. എത്രയുടെ ഇൻട്രസ്റ്റ്? 10%. 10% on what? ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളെ ക്യാഷ് പ്രൈസിൽ റിമൈനിങ് അല്ലെ, റിമൈനിങ് എത്രയുണ്ട് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് നോട്ട് ഗിവൺ. നമുക്ക് ഈ ക്യാഷ് പ്രൈസിന്റെ കോളം അറിയില്ല. Therefore ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇങ്ങനെ വരും. ഓക്കെ, ഇത് നമ്മൾ എഴുതിയതാണ്, ഇത് ക്വസ്റ്റ്യനിൽ തന്നില്ല. അപ്പൊ ഇത് ഞങ്ങൾ ഫില്ല് ചെയ്തതാണ്, ഇതും ഞാൻ ഫില്ല് ചെയ്തതാണ്. ഇപ്പൊ എഴുതാൻ പോകുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് എഴുതുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 55,000. നമുക്ക് ഇതിന്റെ 10% ആണ് ഇൻട്രസ്റ്റ്. ഓക്കെ, ബിഗിനിങ്ങിലെ ബാലൻസിന്റെ 10% ആണ് ഇൻട്രസ്റ്റ്. ബട്ട് ദിസ് ഇസ് മിസ്സിംഗ്. അത് നമുക്ക് അറിഞ്ഞൂടാ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ മേലെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതിന്റെ മേലെ കണ്ടുപിടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ ബി 10 ബൈ എത്ര വരും? 110. കോമ്പൗണ്ടിങ് അല്ലേ? 55,000 into 10 by 110. 110 എങ്ങനെയാണ് കിട്ടിയത്? 100 പ്ലസ് 10. ടോട്ടൽ 100 ആയിരിക്കും. 10%. സോ ഇങ്ങനെ വരും. ഇത് നമുക്ക് ചെയ്താൽ 5,000. ഓക്കെ, ഇവിടെ എഴുതാം. 5,000 കിട്ടും. ഓക്കെ, 5,000 കിട്ടും. ഇനി നമുക്ക് ക്യാഷ് പ്രൈസിന്റെ കോൾ എഴുതണമല്ലോ. ക്യാഷ് പ്രൈസിന്റെ കോൾ എഴുതണം. 55,000 minus 5,000. This is our total installment. Total installment ക്യാഷ് പ്രൈസും ഉണ്ടാവും, ഇൻട്രസ്റ്റും ഉണ്ടാവും അല്ലെ? സോ ഇൻട്രസ്റ്റ് ഇത്രയാണെങ്കിൽ ഈ വർഷത്തെ ബിഗിനിങ്ങിലുള്ള ക്യാഷ് പ്രൈസ് എത്ര? 55,000 minus 5,000, 50,000. ഓക്കെ, 50,000 അവിടെ കിട്ടി. ഇനി കമ്മിങ് ടു ദി സെക്കൻഡ് ഇയർ. ഓക്കെ, ഈ വർഷത്തെ ബിഗിനിങ് ബാലൻസ് ഇവിടെ എന്തുണ്ടാവും അല്ലെ? സെക്കൻഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഫസ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ്, തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ്, റൈറ്റ്? ഒരു വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്, നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ്. സോ ഹിയർ ഇറ്റ് ഇസ് 2. അപ്പൊ രണ്ടാമത്തെ ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ്. സോ തേർഡ് ഇയറിലെ ഇവിടെ എഴുതി. നൗ ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് എത്ര? 49,000. ഓക്കെ, സോ ടോട്ടൽ എമൗണ്ട് ഡ്യൂ അറ്റ് ദി എൻഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പ്രശ്നവുമില്ല. ക്ലോസിംഗ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 50,000 പ്ലസ് 49,000, 99,000. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തു, ഇത്ര ക്ലോസിംഗ് ഇസ് ദർ, റൈറ്റ്? സോ നമ്മൾ ടോട്ടൽ എമൗണ്ട് എത്ര ഡ്യൂ ആയിട്ടുണ്ടാവും? 99,000. സോ 99,000 അവിടെ എഴുതുന്നു. 99,000ന്റെ ഇൻട്രസ്റ്റ് കാണുന്നു. എങ്ങനെ കാണുന്നത്? 10 by 110 എത്ര കിട്ടും? 9,000 കിട്ടും. ഇനിയോ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുന്നു. വി ആർ റൈറ്റിംഗ് 90,000 ഇയർ. ഈ 90,000 നമ്മൾ എവിടെ എഴുതുന്നു? ഇവിടെ എഴുതുന്നു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 1,43,000, റൈറ്റ്? ഓക്കെ, 1,43,000 കിട്ടുന്നു. ഇനിയോ ഇൻട്രസ്റ്റ് എങ്ങനെയാ? 1,43,000ന്റെ 10 by 110 is equal to 13,000. ഇത് രണ്ടും കൂടെ ഞങ്ങൾ മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്താൽ നമുക്ക് 1,3 ഇത്ര കിട്ടും. ഓക്കെ, 1,30,000 കിട്ടും. ക്ലിയർ? എന്താ ചെയ്ത? ഫസ്റ്റത്തെ കോളമിൽ
ദിസ് ഇസ് ഈ റെഡിങ് കൊണ്ട് തന്നതൊക്കെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ ദിസ് സെയിം നമ്മളിവിടെ കോപ്പി ചെയ്യുന്നു, ഇൻട്രസ്റ്റ് കാണുന്നു, മൈനസ് ചെയ്യുന്നു, ഇവിടെ ഇടുന്നു. ഇത് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുന്നു. ദിസ് ഇസ് ഗിവൺ, യു ആർ ആഡിങ് ഇറ്റ്, അഗെയിൻ ഫൈൻഡിങ് ഇൻട്രസ്റ്റ് ലെസ് ഇവിടെ കൊണ്ടുവരുന്നു 53,000, ആഡിങ് ഇറ്റ്, ഫൈൻഡ് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യാം ഇവിടെ. നൗ ടോട്ടൽ ക്യാഷ് പ്രൈസ് ഇസ് 1 lakh. ഫസ്റ്റ് ഇയറിലെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര പൈസയാണ് ആ സമയം ക്യാഷ് പ്രൈസ് എമൗണ്ട്. ഇനി ഇവിടെ നോക്കിക്കോളെ, ഇവിടെ ഹിയർ ഇറ്റ് ഇസ് ഗിവൺ ഡൗൺ പേയ്മെന്റ്. അപ്പൊ നമുക്ക് ടോട്ടൽ ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഇതും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ് കേട്ടോ. This is also given in the question. So that total cash price is equal to 1,30,000. Beginning il itrayanu due plus 70,000. Okay. So idinte cash price ee truck inde vela 2 lakh. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചു, ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? ഓക്കെ. സോ ഹിയർ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ക്യാഷ് പ്രൈസ്. ഓക്കെ, ഇത് വരും എക്സാമിന് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ ഓക്കെ. നൗ വേറൊരു പ്രോബ്ലം കൂടി ഇപ്പം ഞാൻ ഡീൽ ചെയ്യും. അതിനകത്ത് ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പം അതും കൂടെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, എളുപ്പമാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് ചെയ്താൽ മതി. ഇനി അടുത്തത്, അതിനേക്കാളും മുന്നേ ഹെഡിങ്സ് ഒന്ന് നോക്കിയേ. വീഡിയോയിൽ ക്ലിയർ ഇല്ലെങ്കിലോ, ദിസ് ഇസ് യുവർ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ഡ്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ക്ലോസിംഗ് ബാലൻസ് എഴുതിയാലും പ്രശ്നമില്ല. ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്, ടോട്ടൽ എമൗണ്ട് ഡ്യൂ അറ്റ് ദി എൻഡ്, ഇൻട്രസ്റ്റ്, ക്യാഷ് പ്രൈസ് ഡ്യൂ അറ്റ് ദ ബിഗിനിങ്. ഓക്കെ, ഇതാണ് അതിൻ്റെ. ഓക്കെ, നൗ യു ക്യാൻ സീ വൺ ക്വസ്റ്റ്യൻ. സീ, ഐ എം റീഡിങ് ഇറ്റ്. You have to copy it down. X purchased a machinery on hire purchase basis and pays 5,000 down payment. 5,000 is our down payment, and so 5,000 is given DP. And at the end of the 2 year from the signing of, and 8,150 at the end of 2 year from signing the contract. So installment ഇവിടെ 2 വർഷം കഴിഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലേ അതിന്റെ മീനിങ് അല്ലെ? പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി 2 year from the date of signing the agreement. So ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിരിക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. 7,100 at the end of 4th year from the date of signing the contract. Date of sign, okay, ഇവിടെ എഴുതുന്നത് ഞാൻ ഇവിടെ നോക്കിക്കോ. at the end of 2nd year അല്ലേ? സ്റ്റാർട്ടിങ്ങിന് 2 year കഴിഞ്ഞിട്ട് അവർക്ക് സൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ. ആൻഡ് അടുത്തത് എമൗണ്ട് 7,100 4 year ഫ്രം ദ സ്റ്റാർട്ടിങ്ങിന് 4 year. അപ്പം ഈ 2 ഇൻസ്റ്റാൾമെന്റിൽ തമ്മിൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെ? 2 year അല്ലേ? സ്റ്റാർട്ടിങ് ഡേറ്റ് 4 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ 2. ഓക്കെ, ലെറ്റ്സ് സീ, ദിസ് ഈസ് യുവർ സ്റ്റാർട്ടിങ് ഡേറ്റ് എന്ന് വെച്ചോ. ഇത് കൊടുത്തിരിക്കുന്നത് എപ്പാ? 2 വർഷം കഴിഞ്ഞിട്ട്. ഓക്കെ, ഇതോ സ്റ്റാർട്ടിംഗ് ഡേറ്റ്സ് 4 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ? 2. ഓക്കെ, സോ ഹിയർ ഇതിൽ ചുരുക്കി പറഞ്ഞ അടുത്തേയും കൂടി എഴുതാം, എന്നിട്ട് പറയാം. 6050 at the end of 6 year. സോ സ്റ്റാർട്ടിംഗ് 6, അതിന്റെ അർത്ഥം ഇത് രണ്ടും തമ്മിൽ എത്ര ഇയറിന്റെ ഗ്യാപ്പ്? 2 year. ഓക്കെ, സോ ഇതിന്റെ മീനിങ് എന്താടാ? ഇവിടെ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിരിക്കുന്നത് ഇയർലി അല്ല, 2 year ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇവിടെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് പേ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ മീനിങ്, ക്വസ്റ്റ്യനിലുള്ള മീനിങ്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഗിവൺ. അതിലെന്താ സെന്റൻസ് എഴുതിയ നോക്കിയേ. ഹയർ വെണ്ടർ ചാർജസ് ഇൻട്രസ്റ്റ് അറ്റ് 10% per annum at yearly rest. സോ ഇവിടെ ഇയർലി ഇൻട്രസ്റ്റ് ആണ്, അതായത് ഇയർലി ബാക്കി വരുന്നതിൽ ഇയർലി ഇൻട്രസ്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 10%. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 2 വർഷത്തെ കൂടുമ്പോഴുള്ള ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആണ് വേണ്ടത്. ബട്ട് ഹിയർ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നത്? അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് ഇവിടുത്തെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്തല്ലോ. ഇവിടുത്തെ കൺസ്ട്രെയിന്റ് ഇസ് ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഗിവൺ. നമുക്ക് 2 year കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തന്നെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്ത അതേ മോഡലിൽ ഇൻട്രസ്റ്റ് ഇപ്പൊ 10 2 year കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ
10 by 110 ഒക്കെ എഴുതി ചെയ്യും. ബട്ട് ഹിയർ ദ പ്രോബ്ലം ഇസ് ഇറ്റ് ഇസ് ഗിവൺ ഇൻ ഇയർലി. ഓക്കെ, ഞാൻ തന്നത് ഞാൻ അവിടെ ഫില്ല് ചെയ്യാം, അതിനുശേഷം സി ദിസ് ഇസ് ഗിവൺ തേർഡ് ഇയർ. തേർഡ് ഇയർ എന്ന് വെച്ചാൽ 6th year ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ, റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ എഴുതല്. ആൻഡ് ദിസ് വൺ ഇൻസ്റ്റാൾമെന്റ് ഇസ് ഓൾസോ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ എന്ത് ഫില്ല് ചെയ്യണം? നില്ല് ഫില്ല് ചെയ്യും. നില്ല് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഇവിടെ സെയിം എമൗണ്ട്, ഇത് രണ്ടും പ്ലസ് ചെയ്യണമെന്നാണ്. സോ ഇറ്റ്സ് 650. ആൻഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ നമുക്ക് ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. അതിവിടെ ശ്രദ്ധിച്ചോ, ഇൻട്രസ്റ്റ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ₹100 ആണെന്ന് വെച്ചോ, 10 rupee പെർ ആനം. ഓക്കെ, ഒരു ഇയറിൽ 10. സോ ആ ഇയർ എൻഡിൽ നിങ്ങൾ ഇത് ബാങ്കിൽ ഇട്ടാൽ, ഇപ്പം ജനുവരിയിൽ ഞാനിത് ബാങ്കിലിട്ട് 10% പലിശക്ക്, അപ്പോൾ ഡിസംബറിൽ എനിക്ക് എത്ര കിട്ടും? 100 rupees കിട്ടും. 100ന്റെ 10% ഇൻട്രസ്റ്റ്, അതായത് 10 രൂപ. സോ ഐ വിൽ ഗെറ്റ് 110 അറ്റ് ദി ഡിസംബർ. അല്ലേ, സംശയമില്ലല്ലോ? ഇല്ല. അപ്പോൾ 110 രൂപ എനിക്ക് എൻഡിൽ കിട്ടും. ക്ലിയർ? ഓക്കെ. ഇനി സെക്കൻഡ്, ഇതേ പൈസ ഞാൻ ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്യണം. 110. ഓക്കെ, സിമ്പിൾ ആണോ? ഓക്കെ, 110. അഗെയിൻ ആ മന്തിൽ എനിക്ക് എത്ര കിട്ടും? സോ ഫോർ ഇത് 618 ആണെന്ന് വെച്ചോ, ഇത് 2019 ഞാൻ ഇട്ടു 10. ഈ വർഷം എനിക്ക് എത്ര പലിശ കിട്ടും? പലിശ എത്ര കിട്ടും? 110 into 10%. സോ 11 rupee കിട്ടും. 11 rupee കിട്ടും. ഓക്കെ, സോ ഇവിടെ എനിക്ക് ടോട്ടൽ എൻ്റെ 121, റൈറ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? 110 രൂപ ഞാൻ ഇട്ടത്, 110 പ്ലസ് ഇൻട്രസ്റ്റ്. സോ 121 രൂപ എനിക്ക് കിട്ടും. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, നൗ ഇതിപ്പം ഇത് രണ്ടാമത്തെ ഇയർ അല്ലടാ, സെക്കൻഡ് ഇയർ. സോ എൻ്റെ കയ്യിൽ ഇതാ ഉള്ള 100 rupee. ഓക്കെ, ഇതൊന്നും ചെയ്യാണ്ട് നേരിട്ട് എനിക്ക് 121 കിട്ടണമെങ്കിൽ, ഈ ഇവിടുന്ന് നേരിട്ട് എനിക്ക് 121 കിട്ടണമെങ്കിൽ, ആൻഡ് എനിക്ക് ഗിവൺ ചെയ്ത ഇൻട്രസ്റ്റ് 100 ആണ്. സോ 100% ഇട്ടാൽ എനിക്ക് 121 കിട്ടില്ല. സോ മൈ ഇഫക്റ്റീവ് റേറ്റ് ഈസ് 21. നിങ്ങൾ നോക്കിയേ, 100ന്റെ 21% ആണ് ഇത് കിട്ടുക അല്ലേ? ഫോർ എക്സാമ്പിൾ ഈ 100ന് 21% ഇൻട്രസ്റ്റ് ആണെങ്കിൽ അല്ലടാ എനിക്ക് 121 കിട്ടുക. ഓക്കെ, സോ ഇവിടെ ഇഫക്റ്റീവ് റേറ്റ് ഈസ് 21%. ഒന്നാമത്തെ ഇയർ ആണെങ്കിലാണ് 10, രണ്ടാമത്തെ ഇയർ ആണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് 20. നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് 10% തന്നത്. സോ ഫോർ 1 year. 2 year ആണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് 10 + 10 20. ഓക്കെ, ബിക്കോസ് ഇതിനൊരു ടൈം വാല്യൂ ഉണ്ട് മണിക്ക് അല്ലേ? ഇത് ഇവിടെ ഇട്ടാൽ വീണ്ടും നമുക്ക് എക്സ്ട്രാ പൈസ കിട്ടും അല്ലേ? സോ ഫസ്റ്റ് ഇയർ ഇഫ് യു അഗെയിൻ ഇൻവെസ്റ്റഡ് ഇറ്റ്, യു വിൽ ഗെറ്റ് അഗെയിൻ സം amount of money, right? So ഇവിടെ നമ്മൾ 21% എടുക്കണം. ഓക്കെ, 21% എടുക്കണം. ദാറ്റ് ഇസ് അവർ ഇഫക്റ്റീവ് റേറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഒന്നും അറിയാത്താണ് ഇവിടെ 121 അല്ലേ കിട്ടി. ഇത് ചെയ്യാം, 121 അല്ലേ കിട്ടിയ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ എഴുതുക, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതുക ഇഫക്റ്റീവ് റേറ്റ് 21%. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് എടുക്കുക? 21% ആണെങ്കിൽ എങ്ങനെയാ 6050 into 21/121. ഓക്കെ, ബാക്കി എല്ലാം സെയിം. ഇവിടെ ഇൻട്രസ്റ്റിൽ മാത്രം എന്ത് ചെയ്യുക? 21/1. അടുത്തതിലും എന്ത് തന്നെ 21/121. നെക്സ്റ്റും 21/121. എവിടെ നിന്നാണ് ഈ 21 കിട്ടിയ? ഇറ്റ് ഇസ് നോട്ട് ഒന്നാമത്തെ ഇയർ 10, രണ്ടാമത്തെ ഇയർ 10, മൂന്നാമത്തെ ഇയർ 20. നോ, ബിക്കോസ് ഒരു ടൈമിന് ഒരു വാല്യൂ ഇസ് ദർ. സോ ഇത് ഇൻക്രീസ് ആവും. ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് 10 അല്ലേ, രണ്ടാമത്തെ ഇയർ ആകുമ്പോഴത്തേക്ക് അത് 11 ആയിട്ടുണ്ട് അല്ലേ? സോ ആ 1% കൂടിയിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് 21% ഇവിടെ എഴുതണം. ഓക്കെ, FM പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുമോ? നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ പഠിക്കുന്നില്ലേ? സോ എനിവേ these all will come under financial management, a very interesting subject to study. So ഇവിടെ 21 ഇട്ടാൽ മതി, ബാക്കി ശരിയാക്കും. See, you can see the solution on the board.
ബാക്കി എല്ലാം ആസ് യൂഷ്വൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ മാത്രം ചേഞ്ച് ഉണ്ടാവും. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഇതും കൂടെ കോപ്പി ചെയ്യാം. ഞാൻ ഹോംവർക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, ഒരു വീഡിയോയും കൂടി ഉണ്ട് ക്യാഷ് പ്രൈസിന്റെ ഭാഗത്ത്, അതിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കോ. ഇൻട്രസ്റ്റ് ക്യാഷ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ there are two methods. Okay, total two method. One is working back method. അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മൾ വർക്കിംഗ് ബാക്ക് അല്ലേ ചെയ്തത്? ആദ്യം 3 പിന്നെ 2 പിന്നെ 1. സോ ആ മെത്തേഡ് നമ്മൾ വിളിക്കും വർക്കിംഗ് ബാക്ക് മെത്തേഡ്. ആൻഡ് രണ്ടാമത്തെ മെത്തേഡിന്റെ പേരാണ് ആനുറ്റി ടേബിൾ മെത്തേഡാണോ? ആനുറ്റി മെത്തേഡ്. ഓക്കെ, ആനുറ്റി ടേബിൾ മെത്തേഡ്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം. ആനുറ്റി ടേബിൾ എന്താ? ഇപ്പൊ പറഞ്ഞ അതേ കോൺസെപ്റ്റ്. 100 റുപ്പിക്ക് വാല്യൂ കൂടും അല്ലേ? 110 ആവും. നെക്സ്റ്റ് ഇയർ ഇറ്റ് വിൽ ബിക്കം 121. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലേ? സോ ഈ വാല്യൂ, ടൈം വാല്യൂ ഓഫ് മണി എന്ന് ഇതിന് വിളിക്കുക നമ്മൾ. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണി. സോ വാട്ട് ഇസ് ആനുറ്റി ടേബിൾ മീൻസ്? ഇവിടെ നോക്ക്, നിങ്ങൾ ഈ ഇൻസ്റ്റാൾമെന്റ് ഒന്നാമത്തെ വർഷം കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്? 1 ഇയർ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്? 1 ഇയർ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന 2000 രൂപയാണ് ഇൻസ്റ്റാൾമെന്റ് എങ്കിൽ അതിന്റെ ഇപ്പത്തെ വില എത്ര? സോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, ഇതാണ് നമ്മുടെ നൗ, ഇപ്പൊ നൗ. ആൻഡ് ഈ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് 1 ഇയർ കഴിഞ്ഞിട്ടല്ലടാ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കിട്ടുക. 2000 കിട്ടുന്നു. ഈ 2000ന്റെ ഇന്നത്തെ വില എത്ര? ദാറ്റ് ഇസ് വാട്ട് പ്രസന്റ് വാല്യൂ ഓഫ് മണി എന്ന് പറയും. നമുക്കിവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, 1 ഇയർ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇൻസ്റ്റാൾമെന്റിന്റെ ഇന്നത്തെ വില എത്ര? അതിനെയാണ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയാം. ഈ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ആനുറ്റി ടേബിൾ ഉണ്ട്. അതിനകത്ത് 10%ന് 1 ഇയർ കഴിഞ്ഞിട്ട് ഇത്ര എന്നിട്ട് കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും. സോ അതിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്യാഷ് പ്രൈസിനെയാണ് ആനുറ്റി ടേബിൾ എന്ന് പറയാം, ആനുറ്റി ടേബിൾ മെത്തേഡ് എന്ന് പറയാം. ബട്ട് ഇവിടെ നിങ്ങൾക്ക് അതൊന്നും ഞാൻ ഡീപ്പായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ലെറ്റ്സ് സീ ആനുറ്റി ടേബിൾ മെത്തേഡ്. നോക്കിക്കോ. Question: Raju purchased a machinery on hire purchase system. Hire purchase rate was settled at 80,000 payable as to 20,000 down. മൊത്തം കൊടുക്കാനുള്ളത് 80,000. 80,000-ൽ 20,000 ഡൗൺ പേയ്മെന്റ് ആണ്. 20,000 at the end of 3 successive years. Rate of interest is 5% per annum. Annuity table shows that present value of ₹1 ന്റെ 3 വർഷത്തെ വാല്യൂ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, ദാറ്റ് ഇസ് 0.9524, 0.9070, 0.8639 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദി ക്യാഷ് പ്രൈസ്. ഓക്കെ, ഞെട്ടണ്ട, ഇപ്പൊ ശരിയാവും. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഐ ആം ഗോയിങ് ടു റൈറ്റ് 1, 2, 3. ആൻഡ് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് 20,000 അല്ലേ? ഓക്കെ, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ വേറെ ഒരു ഓക്കെ. എനിവേ, ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതുന്നു 20,000. ഓക്കെ, പ്രസന്റ് വാല്യൂ ഓഫ് ₹1. പ്രസന്റ് വാല്യൂ ഓഫ് ₹1. സി ഇവിടെ നോക്കിക്കോ, ₹1ന്റെ പ്രസന്റ് വാല്യൂ ഇറ്റ് ഇസ് 1 ഇയർ കഴിഞ്ഞ ഇറ്റ് ഇസ് 0.9524. ഇപ്പം അതിന്റെ വാല്യൂ 1 ആണ്. ബട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ എത്രയാ? 0.924 ഉണ്ടാവും. ഓക്കെ, നമ്മൾ പണ്ട് നമുക്ക് ഈ ശരിക്കും എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഒരു 10,000 രൂപ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ എമൗണ്ട്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ബസ്സിന്റെ പൈസ 25 പൈസയൊക്കെയാണ്. സി, സോ 25 പൈസ, 10 പൈസ, 20 പൈസയൊക്കെ ഷോപ്പിൽ പോകുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇപ്പൊ നമുക്ക് ടൈം ചേഞ്ച്, റൈറ്റ്? മേ ബി അന്നത്തെ 10,000 ഇപ്പം 10 lakhന്റെ വാല്യൂ ഒക്കെ ആയിരിക്കും, അല്ലെ 1 lakh ആയിരിക്കും. സോ ടൈം വാല്യൂ ഓഫ് മണി ഡിഫർ ആണ്. സോ ഇതിന്റെ മീനിങ് 0.924 എന്ന് പറഞ്ഞാൽ ഈ ₹1 1 ഇയർ കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയുണ്ടാവും? 0.929524. 2 ഇയറിനാണെങ്കിൽ അതിന്റെ വാല്യൂ ഗിവൺ. അത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. ക്വസ്റ്റ്യനിൽ തരുന്നില്ലെങ്കിൽ നമുക്കൊരു ആനുറ്റി ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് അതൊന്നും കൊണ്ടുപോകണ്ട. നെക്സ്റ്റ് ഇയർ FM പഠിക്കുമ്പോൾ അതിനകത്ത്
ആ ടേബിൾ നമ്മൾ കൂടെ എക്സാമിന് കൊണ്ടുപോയിട്ട് അതിൽ വാല്യൂ എടുക്കില്ല. ബട്ട് നിങ്ങൾക്കിത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തരും. ആൻഡ് ഇവിടെ 0.8639. ഇതിൻ്റെ മീനിങ് എന്താ? ഇപ്പോഴത്തെ 1 രൂപയ്ക്ക് 3 വർഷം കഴിഞ്ഞാൽ എത്രയാ? ഓക്കെ, 0.8639. ഓക്കെ, അങ്ങനെ തന്നെ. ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ഇൻസ്റ്റാൾമെന്റ് ഒന്നുമില്ല, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, അങ്ങോട്ട് ഇൻഡ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഇങ്ക് തീർന്നു. സോ ഐ എം ചേഞ്ചിങ് മൈ പെൻ. ആഡ് ചെയ്താൽ ഹിയർ ഇറ്റ് ഈസ് 19048, സോറി ഇൻഡു ചെയ്താൽ 19048, 18140 and 17278, right? Okay, now you have to total it. Total ചെയ്താൽ 54466. ഓക്കെ, ഇനിയോ ഇതിൻ്റെ കൂടെ നമ്മൾ ആസ് യൂഷ്വൽ ഡൗൺ പേയ്മെൻറ്റ് എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ഡൗൺ പേയ്മെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് ആഡ് ചെയ്യുക. ഇത്ര ഡൗൺ പേയ്മെൻറ്റ് 20,000, റൈറ്റ്? 20,000. ആൻഡ് അവർ ക്യാഷ് പ്രൈസസ് 74,466. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന പെണ്ണ. ഇത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ, ഇത് ക്വസ്റ്റ്യനിൽ തരും. സോ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 1 ഇയർ എത്രയാ, 2 ഇയർ എത്രയാ, 3 ഇയർ എത്രയാന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുക. ജസ്റ്റ് ഇൻറ്റു ഇവിടെ ഈക്വൽ ആവണമെന്നില്ല 30. എന്തായാലും ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് എഴുതുക. ജസ്റ്റ് ആ ടൈം വാല്യൂൻ്റെ ഫാക്ടർ, ഡിസ്കൗണ്ടിങ് ഫാക്ടറിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ ഇഫ് ഡൗൺ പേയ്മെൻറ്റ് ഇസ് ദർ യു ഹാവ് ടു ആഡ് ഇറ്റ്. ദിസ് വിൽ ബി അവർ ക്യാഷ് പ്രൈസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരേ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ഇൻറ്റു ചെയ്യുന്നൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇത് തന്നെ നിങ്ങൾക്ക് ധാരാളം. ഓക്കെ, so copy it down. So this is your second method for the calculation of cash price, annuity table method. So total you have to study 2 method. Working back method adana usually question പേപ്പറിൽ കണ്ടുവരുന്നത്. ആനുറ്റി ടേബിൾ ചോദിക്കാറില്ല, ചോദിച്ചാൽ ഭയങ്കര എളുപ്പമാണ്. ബിക്കോസ് പ്രസന്റ് വാല്യൂ ഗിവൺ ആയിരിക്കും. പ്രസന്റ് വാല്യൂ ഗിവൺ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ ഇക്വേഷൻ ഉണ്ട്. അതൊന്നും ബികോം നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിൽ ആവശ്യമില്ല.